ഇവനൊരു പ്രതീക്ഷ തന്നു. ഇനി വേറെ വല്ല പ്ലാനും മനസ്സിലുണ്ടാവോ? ഞാനകത്തുണ്ടാവും, വന്നാ മതി. കൗതി, ശ്രേയയുടെ മുഖം നീ ശ്രദ്ധിച്ചോ? ശ്രദ്ധിക്കാതെ പിന്നെ നമ്മൾ ഇങ്ങനൊരു കളി കളിക്കുന്ന അവള് പ്രതീക്ഷിച്ചില്ലല്ലോ. ശ്രേയയുടെ കോൾ വന്നതിന് ശേഷം നീ ഇങ്ങനെ മാറി ചിന്തിക്കാൻ കാരണം എന്താ? അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒരിക്കലും എന്റെ അച്ഛൻ എന്ന് പറയുന്ന ആളായിരിക്കില്ല. ശ്രേയയുടെ ബുദ്ധിയാണിത്. നിനക്കെങ്ങനെ മനസ്സിലായി? ഇവിടെ വന്ന ഉടനെ അത് എന്നെ വിളിച്ച് പറയണമെങ്കിൽ അതിലെന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതല്ലേ ഞാൻ മാറ്റി കളിച്ചത്. ഞാൻ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും, അതായിരുന്നു അവളുടെ മനസ്സിൽ. അത് നടക്കാത്തന്നെ നിരാശാമുഖത്തുണ്ട്. വേഗാവട്ടെ, സമയം പോകുന്നു. അല്ല, നമ്മളതിനൊക്കെ ഒരുക്കുന്നേ? ഒന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. അത് നമുക്കല്ലേ അറിയൂ. പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് കാത്തിരിക്കുന്ന അരവിന്ദേട്ടന് അറിയില്ലല്ലോ. പാവം. നമുക്ക് നമ്മുടെ ജോലിയൊക്കെ തീർത്തേ പെട്ടെന്ന് പോവാം. ഓക്കേ. അല്ല കാക്കുത്തി, ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ ഇതൊക്കെ വെറുതെ ആവൂലി? ആവും. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അതൊരു മോശമല്ലേ? അതുകൊണ്ട് നമുക്ക് നമുക്ക് അതെ, പെട്ടെന്ന് ഒരുക്ക്. പുറത്തൊരാള് കയറ് പൊട്ടിച്ച് നിക്ക. എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് ഓടിക്കയറി വരും. ഓ, ആണല്ലേ? അതെ. അപ്പോ വേണ്ട. വേണ്ട. മാമ, സമയായല്ലോ. എന്തായോ ആവോ? ഒന്നടങ്ങണ വരുവനെ, ധൃതി വെക്കാതെ. പയ്യെ തിന്നാ പനയും തിന്നാ. അതിനിവിടെ ആരാ പന തിന്നാൻ പോകുന്നേ? ഓ, ഇന്നെ സെക്കൻഡ് നൈറ്റാ. അതിന്റെ ടെൻഷൻ എനിക്കറിയുള്ളൂ. ടെൻഷൻ കൊള്ളാലോ ഞാൻ ചെയ്ത ഡിസൈൻ. പക്ഷേ നീ ഇവിടെയൊന്നും എത്തേണ്ടവനല്ല. ഡാവിഞ്ചിയുടെയും പിക്കാസോയുടെ ഒക്കെ ഒപ്പത്തിനൊപ്പം. എങ്ങനെയുണ്ട് എന്റെ ഡിസൈൻ? പൊളിച്ചില്ലേ? ഇതൊക്കെ നമ്മൾ ഹോട്ടലിൽ കണ്ടിട്ടുള്ളതല്ലേ? ഓ, കണ്ടിട്ട് കാര്യമില്ലല്ലോ, വല്ലതൊക്കെ നടക്കണ്ടേ. എന്താ പറഞ്ഞേ? ഡെക്കറേഷനൊക്കെ സൂപ്പർ ആയില്ലെന്ന് ചോദിച്ചതാ. സൂപ്പർ. എന്നാ പിന്നെ അവനെ പോയി വിളിച്ചോണ്ട് വരാം. ശരി, വാ. കൊച്ചിക്കൻ വാ വാ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാ മതിയാ. മുറി ഒരുക്കിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് അരവിന്ദേട്ടാ. എന്നേക്ക് 10ാം മാസം നമ്മുടെ വീട്ടിലൊരു കുഞ്ഞിക്കാല് ഓടി നടക്കണം. ഞങ്ങളെ പറ്റിക്കരുത്. അരവിന്ദേട്ടനൊരു കുഞ്ഞുണ്ടായിട്ട് വേണം ഞങ്ങൾക്കും ഒരു ജൂനിയർ ആകാശോ ചാരു ഉണ്ടാവാൻ. നിങ്ങൾ രണ്ടുപേരും ഇഷ്ടങ്ങൾ കൈമാറണം. മനസ്സിലായോ? മനസ്സിലായി.